ഹലോ, അപ്പോൾ ദേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ആയിട്ടിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ 200 ഗ്രാമിൻ്റെ 2 പാക്ക് എടുത്തതിൻ്റെ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഗ്ലാസ് പേപ്പറോ ബട്ടർ പേപ്പറോ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടോ. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ 200 ഗ്രാമും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കപ്പോളിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതിനുശേഷം നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ക്രീം ചീസ്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം ചീസാണ്. അപ്പോൾ അത് ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് നല്ല അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് അത് മറന്നുപോയി കേട്ടോ. തണുപ്പായിട്ടോ ഇങ്ങനെ. അതിനകത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മധുരം നമുക്ക് വേണ്ടതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് തൈക്കിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനോട്ട് എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഞ്ചസാര വേണ്ട മൊത്തം മിൽക്ക് മെയ്ഡ് അനുസരിച്ച് മിൽക്ക് മെയ്ഡിൻ്റെ എണ്ണം അത് കുറച്ചും കൂടെ കൂടുതലെടുക്കാം. അപ്പോൾ ഇതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നമ്മളിതൊന്ന് ബീറ്റർ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ബീറ്റർ ഇല്ല എന്ന് കുഴപ്പമൊന്നും, നമുക്ക് ഇത് കൈ വെച്ചിട്ടും ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് അതിലോട്ട് നമ്മൾ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഗനാഷ് വൈറ്റ് ചോക്ലേറ്റിന് ഗനാഷ് ഉണ്ടാക്കി വെച്ചത് അത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മിൽക്ക് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുത്തായിട്ട് അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മിൽക്ക് പൗഡറൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ആഡാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ 2.25 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 50-60% ഒന്ന് ബീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ. ഇപ്പായി കിട്ടണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലൂസിലൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലോട്ട് ആക്കി കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. കുറച്ച് ഞാൻ നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ക്രീമും ചീസും ഒക്കെ ഒന്ന് സെറ്റ് ആവണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ജലാറ്റിനും 2 ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നിക്ക് ഒരു ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. അല്ലാണ്ടെങ്കിൽ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മുടെ ജലാറ്റിനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് നല്ല ലൂസായിട്ടായിരിക്കുമ്പോൾ നമ്മുടെ ആ കപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ജലാറ്റിന് മിക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കപ്പിലൊക്കെ നിരത്തി വെച്ചത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ക്രീം ചീസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇതിനകത്ത് മുകളിൽ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഫില്ലാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ കപ്പിലും സെറ്റാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം നമ്മളിവിടെ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണ് ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുതിർന്നാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതവിടെ നിന്ന് കുതിർന്ന് കിട്ടുന്ന ടൈമിൽ നമ്മൾ അതിലോട്ട് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് മുന്തിരിയും പച്ചമുന്തിരി അനാറും സ്ട്രോബെറി ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മുടെ ജലാറ്റിനൊന്ന് മെൽറ്റാക്കി എടുക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര നമ്മുടെ മധുരത്തിന് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നമ്മുടെ കുതിർത്താൻ വെച്ച ജലാറ്റിനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ജലാറ്റിനൊക്കെ ഒന്ന് അലിഞ്ഞ് വെള്ളത്തിലൊന്ന് ഇതായാൽ മതി കേട്ടോ. അപ്പോൾ ആ ജലാറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ചൂടോട് കൂടി നമുക്കിതിന് മുകളിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ, അതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഒന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ജലാറ്റിനൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് പോയി കട്ടായി പോകും. തണുത്ത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാനുള്ള പാകത്തിനുള്ള ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുറേശ്ശായിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒന്ന് മുങ്ങി നിൽക്കുന്ന ലെവലിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ജെല്ലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഹോം മെയ്ഡ് ചീസിന് ആയിട്ട് അതിനൊക്കെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചീസ് കേക്കിന്. ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ട്